ലോകത്തിൽ വെച്ച് ഉണ്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വൈൻ. വർഷത്തിലൊരിക്കൽ മുന്തിരിക്കൊലകളൊക്കെ ഇങ്ങനെ മഞ്ഞൾ പുതച്ച് നിൽക്കുമ്പോൾ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൈൻ. ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൈൻ. ഒരു ബോട്ടിലിന് 30,000 രൂപ വരെ വില വരുന്ന ഒരു വൈൻ. ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് കടമ്പകളൊക്കെ കടന്ന് ഇങ്ങനെ ഒരു വൈൻ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? യൂട്യൂബ് മലയാള ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം വൈൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൗ ഡു ദേ ഡു ഇറ്റ്? വൈൻ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമല്ലെങ്കിലും കല്യാണ സമയത്തും ക്രിസ്മസിൻ്റെ സീസണിലും കുർബാന സമയങ്ങളുമൊക്കെ സ്വല്പം വൈൻ കഴിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും റെഡ് വൈൻ, വൈറ്റ് വൈൻ, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ പൊട്ടിച്ചു കളിക്കുന്ന ഷാമ്പെയിൻ തുടങ്ങിയ വൈനുകളൊക്കെ ആയിരിക്കും. നമ്മളിന്ന് ലെവലൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇവൻ സ്വല്പം പ്രൈസി ആണെങ്കിലും മധുരമുള്ള വൈനുകളിലെ രാജാവെന്ന് വിളിക്കാവുന്ന ഒരടിപൊളി വൈൻ. ഇവൻ്റെ പേരാണ് ഐസ്വൈൻ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഐസും മഞ്ഞൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. തണുത്തുറഞ്ഞു കിടക്കുന്ന ഫ്രോസൺ ലേക്കിൽ നിന്ന് മീനെ പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഐസ് ഫിഷിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണാൻ മറക്കണ്ട. വൈൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് മുന്തിരിയാണ്. പക്ഷേ അവിടെയാണ് കളി. ഇവിടെ നമുക്ക് വേണ്ടത് സദാ മുന്തിരികളല്ല. അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ -8 താഴെ വന്നതിന് ശേഷം നല്ല തണുത്തുറഞ്ഞ് കല്ല് പോലെ ഇരിക്കുന്ന മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഐസ് വൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വിനയാടിലാണ് ഐസ് വൈൻ അല്ലെങ്കിൽ ഐസ് വൈൻ ഹാർവെസ്റ്റ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് ജോൺസൺ എസ്റ്റേറ്റ് വൈനറി. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. 1700 തുടങ്ങിയ ന്യൂയോർക്കിലെ ഏറ്റവും ബോൾഡസ്റ്റ് വൈനറിയാണിത്. ഇവരാണ് ഈ വൈനറിയുടെ ഓണേഴ്സായ third generation Johnson's family. Jason, we're pleased to have you here on a brave cold day. It is what, -11 or something, right? 15 or 18 Fahrenheit, right? Yes. And what you're looking at in the background is Lake Erie in the distance and the vineyards at Johnson Estate Winery. This winery was established in 1961 on my husband's grandfather's farm. Okay. And it makes it the oldest New York estate winery. And we have 110 acres of vineyards. We make over 40 kinds of wines using 13 kinds of grapes which we grow right here. ഈ ഒരു വൈനറിക്ക് ജോൺസൺ എസ്റ്റേറ്റ് എന്ന് പേര് വരുന്ന ഒരു കാരണമുണ്ട്. ഇവർ ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്ന മുന്തിരികളാണ് വൈൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പുറത്തുനിന്ന് അവർ മുന്തിരി മേടിച്ചിവിടെ വൈൻ ഉണ്ടാക്കാറില്ല എന്ന് സാരം. France, they would say mise au château, en bouteille. That means is it's made at the chateau and put in the bottle from grapes grown on the chateau. Wow, okay. So we use the phrase estate in the same way. That means that it's a winery whose grapes come from the farm. ഈ ഒരു മുന്തിരിയിൽ നിന്നാണ് അവർ ഐസ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പം -8 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രേപ്പ് ഉപയോഗിച്ചിട്ട് ഐസ് വൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഒരു മുന്തിരികളെല്ലാം നല്ല മാർബിൾ പോലെ, നല്ല നമ്മുടെ ഗോട്ടിയില്ലേ അതുപോലെ ശരിക്കും ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. This is what you want. The one when the winemaker presses this, he's going to press it while it's cold. And whatever is ice in there is going to stay in the press. In the press. And what comes out is the elixir of that sweet, complicated flavors. Right. The acid and the flavor, the sugar, all of that, right? But not so much of the water. ഐസ് വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ചലഞ്ചും എന്താണെന്ന് വെച്ചാൽ ഈ മുന്തിരികളെല്ലാം ഇങ്ങനെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലെ തണുപ്പ് കൊണ്ട് തന്നെ ഫ്രീസ് ആകുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഗ്രേപ്പിനെ എടുത്ത് ഫ്രീസറിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അതിന് ഐസ് വൈൻ എന്ന് വിളിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയും അതുപോലെ ഇങ്ങനെ തണുപ്പും മഞ്ഞൊക്കെയുള്ള രാജ്യങ്ങളിൽ മാത്രമേ നമുക്ക് ഐസ് വൈൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെറിയൊരു അബദ്ധത്തിലൂടെയാണ് കണ്ടുപിടിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. ഐസ് വൈൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് കഥ. 1700 ജർമ്മനിയിലെ ഒരു മുന്തിരി കർഷകൻ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെ മഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഈ മുന്തിരികളെല്ലാം പറിക്കാൻ ഏൽപ്പിച്ചിരുന്നു.
പക്ഷേ എന്തോ കാരണം കൊണ്ട് ഒരു മുന്തിരി പോലും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വിൻ്റർ തുടങ്ങി, ഇതേപോലെ സ്നോ ഒക്കെ വീണ് തുടങ്ങി, മുന്തിരികളെല്ലാം ഫ്രോസണായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് ഈ ഫ്രോസണായ മുന്തിരി കൊണ്ട് എനിക്ക് വൈൻ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയാണ് ഐസ് വൈൻ്റെ തുടക്കം. ഇപ്പോൾ ഈ ഒരു നെറ്റിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിൻ്ററായി കഴിയുമ്പം ഭക്ഷണം എല്ലാം ഇല്ലാതാവും. അപ്പോൾ ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ മാനുകളൊക്കെ ഇവിടെ വന്നിട്ട് ഈ മുന്തിരികൾ തിന്നാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഈ ഒരു നെറ്റിങ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു നെറ്റിനെ അവർ കൈകൊണ്ട് അടിച്ചിട്ട് ഈ മുന്തിരികൾ വീഴുന്നുണ്ട് ഫുഡുന്ന സമയത്ത്. It's all in the wrist. All in the wrist? You have to start like this, get the top one. On the top, okay. Okay. And then there's the backhand. Okay. You know, you can use the backhand. And you can work on your forehand like this, okay? It's a work of art. And then the undershot right here. It's like tennis. Right. ഇങ്ങനെ അടർന്നു വീഴുന്ന മുന്തിരികളെ ഒരു ട്രേയിലേക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ മുന്തിരികളൊക്കെ കളക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇലകളും കമ്പുകളൊക്കെ ട്രേയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ വലിയ കമ്പുകളും ഇലകളൊക്കെ മാത്രമേ അവർ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഈ മുന്തിരികളെല്ലാം വളരെ ഫ്രോസൺ ആയതുകൊണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ചെറിയ കമ്പുകളും ഇലകളൊക്കെ ഈ ട്രേയിൽ തന്നെ ലീവ് ചെയ്യാറാണ് പതിവ്. -8°C ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് ഈ മുന്തിരികളെല്ലാം ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ജോലിയല്ല. ശരിക്കും നമ്മളിവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. തണുപ്പിൻ്റെ കാഠിന്യം കൂടിയതോടുകൂടി മുന്തിരി പറിക്കുന്ന ജോലി സുമിയെ ഏൽപ്പിച്ചിട്ട് ക്യാമറ തൽക്കാലം ഞാൻ അടിച്ചു മാറ്റി. So two hand now. Two hand, okay? To have long arms. Right, oh yeah. So, Jen's in trouble. It's almost like hugging, right? yes. Fred was saying, oh good, I'm glad you're here, Bill, because you're tall. Right, there you go. This job is for tall It's tall people. ഈ ഒരു ഗ്രേപ്പിൻ്റെ ഉള്ളിലെ വാട്ടർ എല്ലാം ഫ്രീസ് ആയിരിക്കുന്നതുകൊണ്ട് മറ്റു ഗ്രേപ്പുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഈൽഡ് വളരെ കുറവായിരിക്കും. So normally we would get 180 gallons per ton of grapes. Okay. With these we'll get 40, 45. Wow. ഇങ്ങനെ ട്രെയിൽ കളക്ട് ചെയ്യുന്ന മുന്തിരികളെല്ലാം എത്രയും പെട്ടെന്ന് വൈൻ പ്രസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം മുന്തിരികളെല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിരിക്കുമ്പോൾ തന്നെ വേണം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ. സാധാരണ അവർ ഈ ഒരു ചെറിയ സ്മോൾ പ്രസ് ഉപയോഗിച്ചിട്ടാണ് ഐസ് വൈൻ ഉണ്ടാക്കുന്നത്. കാരണം ഒത്തിരി മുന്തിരികളൊന്നും ഉണ്ടാവാറുള്ളത് ഉണ്ടാക്കാനായിട്ട്. രാവിലെ നോക്കിയപ്പോൾ ആ ഒരു മെഷീൻ എന്തോ തകരാറ്. അപ്പോൾ അതിലെല്ലാം നിറച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവരത് ചെറിയ ഒരു ഫോർക്ക് ലിഫ്റ്റ് പോലുള്ള മെഷീനിൽ ആ സാധനം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു വലിയ പ്രസ്സറുണ്ട്. ഒത്തിരി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ആണ് ശരിക്കും അത് യൂസ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ ഒരു സ്മോൾ പ്രസ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവർ ഈ വലുത് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ആ ചെറിയ ആ ഒരു കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്ന മുന്തിരി എല്ലാം കൂടെ അവരൊരു ബക്കറ്റിൽ ഡംപ് ചെയ്തിട്ട്, അല്ല വലിയൊരു ബിന്നിൽ ഡംപ് ചെയ്തിട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. Ooh. Nice. അത്യാവശ്യം മുന്തിരികളൊക്കെ നമ്മൾ മെഷീനിലേക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. Every time it rotates, press different side of the grape, try to get the most juice out of it. Yep, break it up and then just Press push real hard. Right. Get a little more juice out.
slow. സ്റ്റഡി ആൻഡ് സ്ലോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് അതിൽ ചെയ്യാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ബാച്ച് 5 മണിക്കൂറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ 1 2 3 4 ഏകദേശം 20 മണിക്കൂർ ചെയ്യാനുള്ള ഗ്രേപ്പുകൾ അവർ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തണുപ്പ് സമയത്ത് ആക്ച്വലി എന്താണ് ഈ ഗ്രേപ്പുകൾക്ക് സംഭവിക്കുന്നത്? ഈ ഗ്രേപ്പുകളിൽ ഏകദേശം 80% വാട്ടറാണ്. അപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് ഇതിലുള്ള 80% ഐസ് ക്രിസ്റ്റലായി മാറും. അതിനുശേഷം ഉള്ള ഷുഗറും ഫ്ലേവറും അല്ലെങ്കിൽ കളറുമാണ് നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത്. ആ ഒരു പ്രസ് ചെയ്തെടുത്ത ജ്യൂസ് കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേകതരം വൈനാണ് ഐസ് വൈൻ. ഇതിനകത്തുനിന്ന് കൂടിപ്പോയാൽ 1 2 തുള്ളി ജ്യൂസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്. ഈ ഒരു മെഷീനിൽ നിന്ന് ജ്യൂസ് പുറത്തേക്ക് വരണമെങ്കിൽ മിനിമം ഒരു 2 to 3 hours എങ്കിലും എടുക്കും. ആ ഒരു സമയം കൊണ്ട് ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ജോൺസൺ എസ്റ്റേറ്റ് വൈനറിയെ പറ്റി നമുക്ക് കൂടുതലൊന്ന് പരിചയപ്പെടാം. 3 generations of Johnsons. The grandfather bought the farm. Right. The father started the winery, and the 3rd generation now owns it. Okay. In each generation, there was a building. You're now standing in the 2nd generation. So my father-in-law, Fred Johnson, needed to build a building to hold the tanks. Okay. And this is what he ended up with. These tanks you use for fermentation, storage, right? Yes. Those Basically kind of... those 2 things. Oh, Yeah. 2 things, okay. Basically those 2 things. ഈ ടാങ്കുകളൊക്കെ ടെമ്പറേച്ചർ കൺട്രോൾഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് ചിലപ്പം ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആക്കി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ലോ ആക്കി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ അത് ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് ടെമ്പറേച്ചർ കൺട്രോളും ഈ ഒരു ടാങ്കിൽ ചെയ്യാം. വലിയ ഓക്കിൻ്റെ ബാരലുകളാണ്. ഓക്കിൻ്റെ ബാരലുകൾ വൈൻ മേക്കിങ്ങിനായിട്ട് അധികം ഇവിടെ യൂസ് ചെയ്യാറില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. If a winemaker wants to use an aging technique that uses oak, he has 2 choices. One is to put the wine in barrels and let them age. Okay. Another is to put a bag of oak wood chips into the tank. Okay. They open the top of the tank, Okay. they put this big sack that is just netting Okay. around wood chips and put them into the tank that way. Nice. It's cheaper than barrels. Okay. It uses less space, and it also gives the winemaker more control over the exposure of the wine to the oak. Okay. So And he has more choices in some ways of which kind of oak. Is it French? Is it American? Is it Hungarian or Bulgarian or whatever? വൈനുകളുടെ ഒരു നീണ്ട ശേഖരം തന്നെ ഇവിടെ വരുന്നവർക്കായി അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 3-4 മണിക്കൂറായിട്ട് ഈ ഒരു മെഷീനിൽ ഗ്രേപ്സിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി എന്ന് തന്നെ പറയാം. മെഷീനിൽ നിന്ന് പതുക്കെ പതുക്കെ മുന്തിരിയുടെ ജ്യൂസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ജ്യൂസ് എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. വളരെ തിക്കായിട്ടുള്ള ഹണി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സിറപ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. And this is what pretty much go into the fermentation tank, right? Yep. We'll have to warm it up Yeah. and then put it right into fermentation. നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത ജ്യൂസും ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പം ശരിക്കും ഒരു വൈനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ശരിക്കും നല്ല സ്വീറ്റായിട്ടുള്ള മുന്തിരി ജ്യൂസ് അതാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവനെ ഈസ്റ്റൊക്കെ ഇട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് കണ്ട് ഇതേപോലെ ആക്കും ഏകദേശം 1 മാസം കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ആശാനോടൊന്ന് ചോദിച്ചു നോക്കാം. So we got the juice from the grapes. We pressed it, we got the juice. So what would be the next step? So the next step is we'll bring the juice inside, allow it to warm up, Okay. and then we'll add some pectinase to it, and that breaks pectin down in the juice, so the juice is nice and clear, Okay. and then you'll end up with a clear wine. So after we do that, we'll do a process called racking, which is where you take the clear juice off the top, leaving the sediment, which will be on the bottom away, okay. and then we'll ferment the juice. Okay. At that point, we'll add yeast, but there's a special process to add yeast because ice wine has so much sugar
that all that sugar will actually kill the yeast if you just add the yeast. You will shock the... You just shock the yeast, yeah, right. so you don't want that. So it's just like if you're making a starter for bread or sourdough, you need to let it go for a while. So Okay. we'll slowly temper or get the yeast used to the juice over the course of hours. Okay. And once it's really going well, then we'll take that starter and add it to the juice. Juice, okay. Okay. So then the fermentation goes through like how many days? It can go anywhere from 2, 3, 4 weeks. Okay. Sometimes a little less, sometimes a little more. More. Yeah. But the ice wines tends to be need more fermentation time than a regular wine. Yeah, right? because it's still ice wine is such a harsh environment for yeasts. Yeah, okay. That they actually don't really propagate in the juice. Okay. You only have what you start with. Right. Oh, okay. So they don't bud. Right. Okay. Because of the environment. So then after that you, how do you so the fermentation is keep going. So how do you stop it? Like, you know? So we'll taste it every day. Okay. And once it gets to the perfect sugar acid balance, we'll turn the jackets. The tanks are jacketed. Okay. So they have chilled water on the outside or glycol. We'll turn those on and chill it down to 32 degrees. And then stop And it. it just stops. Okay. So then from there, does it go to like a oak barrel or anything like that? No oak for our ice wine. It's all stainless steel. Oh, stainless steel. Then you go through the like a filtering process. Yeah, we'll chill it, filter it, and then bottle it. So it's actually a pretty short process from beginning to end. ഈ ഒരു വൈൻ മേക്കിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ വൈൻ മേക്കർ എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിലും ഗ്രേപ്പിനെ ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടൊരു പ്രോസസ്സല്ല. സംഭവം മുന്തിരി ജ്യൂസിലുള്ള ഷുഗറിനെ ഈസ്റ്റ്, കാർബൺ ഡയോക്സൈഡായിട്ടും എത്തനോളായിട്ടും കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ചില അരോമാറ്റിക് കമ്പോണൻസും രൂപപ്പെടുന്നുണ്ട്. എസ്റ്റേഴ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ്. അപ്പം ഇതിൻ്റെ എല്ലാം ലെവലുകളൊക്കെ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ സ്മെല്ലും കളറും ഇതിൻ്റെ രുചിയൊക്കെ മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ നല്ലൊരു വൈനാക്കി മാറ്റണമെങ്കിൽ ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വൈൻ മേക്കർ പറഞ്ഞത് നമ്മൾ ഇന്നെടുത്ത ഈ ഒരു മുന്തിരി ജ്യൂസ് മിനിമം 2 മാസമെങ്കിലും എടുക്കുമെന്ന് വൈനായിട്ട് വരാൻ. നമുക്ക് ഏതായാലും അത്രയൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇവരുടെ ഒരു 2 വർഷം മുമ്പുള്ള വൈൻ നമ്മളിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് 2019 അവർ എടുത്തിട്ടുള്ള റെഡ് ഐസ് വൈനാണ്. അതുപോലെ തന്നെ ഇത് 2017 എടുത്ത വൈറ്റ് വൈനാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് രണ്ടും ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ശരിക്കും നല്ല മധുരമാണ്. ശരിക്കും നല്ല മധുരം എന്നാൽ സാധാരണ വൈനേക്കാൾ ഒരു പടി മുന്നിൽ എന്നൊക്കെ പറയാം. അതുപോലെ ഒത്തിരി ഫ്രൂട്ടിയാണ്. അതായത് പൈനാപ്പിൾ, പീച്ച്, ആ ഒരു നല്ല നോട്ട്സുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല മധുരമായിട്ട് വൈൻ കുടിക്കണമെന്നെങ്കിൽ ഒന്നും മറക്കണ്ട, ഇവനെ ഒരു ഗ്ലാസ് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് വൈറ്റ് വൈനാണ്. അപ്പോൾ നമുക്കിനി റെഡ് വൈനും കൂടെ ഒന്ന് കാണാം. ഓൾറെഡി നമ്മൾ വൈറ്റ് കഴിച്ച് ശരിക്കും സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പോലും സത്യം പറഞ്ഞാൽ കുടിക്കാൻ ഇത് വളരെ സ്മോൾ പോർഷനിലാണ് ഇത് കഴിക്കേണ്ടത്. കാരണം ഒത്തിരി സ്വീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളവർ സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ ഒരു ഗ്രേപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈനിൻ്റെ രുചി എനിക്ക് തോന്നുന്നത് റെഡിലാണ്. കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഉണക്ക മുന്തിരിയൊക്കെ ഇല്ലേ, അതേപോലെ ബെറീസിൻ്റെ ഒക്കെ ഒരു റെഡ് ബെറി, ബ്ലാക്ക് ബെറി, ആ ഒരു ടേസ്റ്റാണ് വൈറ്റിനേക്കാളും. വൈറ്റ് കൂടുതലൊരു ഫ്രൂട്ടി, അതായത് നമ്മുടെ പൈനാപ്പിൾ, പീച്ച്, ആ ഒരു ലൈറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ഇത് കുറച്ചൊരു ഡാർക്കിൻ്റെ ഒരു ശരിക്കും രുചി തന്നെ വരാനുണ്ട്. നിങ്ങൾക്ക് അതുപോലെ കൺസിസ്റ്റൻസി കാണാൻ പറ്റും. സാധാ വൈനിനേക്കാളും കുറച്ചുകൂടി തിക്കാണ്. നമ്മൾ സാധാ വൈൻ നമ്മളിങ്ങനെ സ്വേൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടത് സ്വേളാകും. ഇത് കുറച്ച് തിക്കാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഷുഗറിൻ്റെ അംശം കൂടുതലുള്ളതാണ്. ഇതാണ് വൈറ്റ് ഐസ് വൈന്, ഇതാണ് റെഡ് ഐസ് വൈൻ. അപ്പം നിങ്ങൾ ഐസ് വൈൻ ഇനി ആരും കണ്ടിട്ടില്ല എന്ന് പറയണ്ട. ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ പറ്റിയും അതുപോലെ പലതരം വൈനുകളെ പറ്റിയും
വൈൻ ഗ്ലാസ്സുകളെ പറ്റിയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷനൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓരോ തുള്ളി ഐസ് വൈനുകളും ഓരോ രത്നക്കല്ലുകളാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയില്ല. കാരണം അത്രമാത്രം ഹാർഡ് വർക്കാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ പുറകിലുള്ളത്. ഐസ് വൈൻ ഉണ്ടാക്കുന്ന വൈൻ മേക്കറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗാംബ്ലിംഗ് തന്നെയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും പലതരം നിയമങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ പൊരുതിയിട്ട് വേണം ഈ ഒരു ഐസ് വൈൻ ഉണ്ടാക്കാൻ. നോ റിസ്ക് നോ റിവാർഡ് എന്നല്ലേ? ഇത് ശരിക്കും ഒരു വെറും റിവാർഡല്ല, ഒരു സ്വീറ്റ് റിവാർഡ് തന്നെയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വൈൻ സ്റ്റോറിലോ അല്ലെങ്കിൽ വൈൻ മേടിക്കാനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഐസ് വൈൻ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ചിയേഴ്സ്. നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞു. 7 മണിക്കൂർ ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അലഗേനി ഫോറസ്റ്റിലൂടെയാണ്. അപ്പം നിങ്ങൾ മുന്നോട്ട് നോക്കിയാൽ അറിയാം, ഇവിടെ സ്നോ ഒക്കെ വീണ് കിടക്കുകയാണ്. ഇതിന് മുമ്പിലൂടെ ഈ റോഡിലൂടെ ഒരു വണ്ടി പോലും ഇതിലായിട്ടും പോയിട്ടില്ല. നമ്മളാണ് പോണത്. മെയിനായിട്ട് ഇപ്പോൾ 8 മണിയായി ഇവിടെ സമയം. ഇനി ആരും ഇതിലൂടെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ വളരെ പതുക്കെ, നമുക്കിനി ഏകദേശം 76 മൈലും കൂടിയുണ്ട്. ആ 76 മൈലും ഇങ്ങനെ തന്നെ ആകുമോ എന്ന് എനിക്കറിയില്ല. നമുക്കേതായാലും വണ്ടിക്കകത്ത് പെട്രോളുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ റേഞ്ചും ഇല്ല ഇവിടെ. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടുള്ള, സത്യം പറഞ്ഞാൽ എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾ വ്യൂവേഴ്സ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. സുമി തണുക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് താമസിച്ചത്. ഇത് ശരിക്കും അമേരിക്കയിൽ ഒരു ലോക്കൽ ടൗണാണ്. ഇവിടെ അങ്ങനെ വലിയ റെസ്റ്റോറൻറ്റുകളോ കാര്യമൊന്നുമില്ല. ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അവർ നമുക്ക് കിടക്കാനുള്ള സ്ഥലം തരും, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും തരും. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. നമ്മുടെ കൂടെ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് വലിയൊരു വീടാണ് ശരിക്കും. അതിൻ്റെ ഒരു സൈഡിൽ അവർ താമസിക്കുന്നുണ്ട്, ഒരു സൈഡ് നമുക്ക് വേണ്ടി അവർ ഒരുക്കി തന്നു. അപ്പോൾ ശരിക്കും തണുപ്പാണ്. -11 ആണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 5 മിനിറ്റിന് നമ്മുടെ വൈനറിയിലേക്ക് നമ്മുടെ കാറിനെയൊക്കെ നമ്മളൊന്ന് പാർക്ക് ചെയ്തിട്ട് ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ബാക്കാണ് മൊത്തം സ്നോ ആണ്. നമ്മൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് ശരിക്കും സ്നോയിലാണ് ഡ്രൈവ് ചെയ്തത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ വിനയാർഡിലേക്ക് അല്ലെങ്കിൽ വൈനറിയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ വെച്ച്. ഓക്കെ, ഇവിടെയൊക്കെ നല്ല ഫ്രോസൺ ആട്ടോ. -11°C നല്ല ഫ്രോസണായി നിൽക്കുന്ന ഗ്രേപ്സാണ്. കണ്ടില്ലേ, മഞ്ഞൊക്കെ വീണ്. ഇതും കൊണ്ടൊരു പ്രത്യേകതരം വൈൻ ഉണ്ടാക്കും.